ആൾക്കാർ പറയും അവരുടെ ഈ കാശില്ലാത്തതുകൊണ്ടാണ് ആൾക്കാരൊന്നും ചെയ്യാത്തത്. പണ്ട് എൻ്റെ കയ്യിൽ കാശില്ലായിരുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ മീറ്റിങ്ങിനൊക്കെ പോകും, ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേക്കും മെനു കാർഡ് അവിടെ കാണും. അപ്പോൾ നമ്മുടെ ആകെ ഇത്ര രൂപ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ഇങ്ങനെ മൈൻഡിൽ ഓർത്തോണ്ടിരിക്കും, അവർ ഇത്ര ഓർഡർ ചെയ്ത് ഇത്ര എന്ത് ചെയ്യും. ഈ ടെൻഷനിലായിരിക്കും ആ മീറ്റിംഗ് ഫുൾ ഇരിക്കുക. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അതേപോലെ തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സമയമുണ്ട്. ഇപ്പോൾ നമ്മളൊരു 6 അടിക്കാൻ പോയവരെ ഓരേ പെഗ് പറയുമ്പോഴല്ലോ ഓരേ ബിയർ പറയുമ്പോഴേ നമ്മളിങ്ങനെ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൻ്റെ ഇത്ര രൂപ വരും, ഇനി ഇത്ര രൂപ വരും. അപ്പം ബില്ല് വരുന്നതിന് മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടുകാരെ വിളിച്ച് സെറ്റ് ചെയ്ത് കഴിയും ഇത്ര ബില്ലെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ബില്ല് വന്നു കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത് ഒരു 100 രൂപ എക്സ്ട്രാ വന്നെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്റ്റേജ് എല്ലാവരുടെയും ലൈഫിലുള്ളതാണ്. അപ്പം ആ ഒരു ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലായി ബില്ല് പോലും നോക്കാതെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ട് എത്തുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേ സ്റ്റേജിൽ നിന്ന് ഒരേ ബിയർ മേടിക്കുമ്പോഴും മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ബില്ല് നോക്കാതെ നിങ്ങൾക്ക് കാർഡ് ഇങ്ങനെ കൊടുത്ത് ഒരു 500 രൂപ ടിപ്പുകൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാവും. അപ്പം ഏത് വേണമെന്നുള്ളത് ചോയ്സ്.